നമസ്കാരം. ശബരിമലയുടെ വിശേഷങ്ങൾ ഞങ്ങൾ ധാരാളമായി വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നലെ ചെയ്ത ഒരു വീഡിയോ, കണ്ഠരരു എന്ന സ്ഥാനത്തെക്കുറിച്ച് ചെയ്തൊരു വീഡിയോ, കണ്ഠരരു എന്ന സ്ഥാനമുള്ള ഒരു പോറ്റി, ഒരു നമ്പൂതിരി ഇന്നലെ രാത്രി വിളിച്ചപ്പോൾ കുറച്ചൊരു ഹയറപ്പിലാണ് സംസാരിച്ചത്. അത് ഞങ്ങൾ കണ്ഠരരുവാണ്, ഞങ്ങളിങ്ങനെ ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ പോയിരുന്ന് ഭജനം ഇരുന്നിട്ടില്ല, അങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല, കണ്ഠം കൊണ്ട് അല്ലെങ്കിൽ തൊണ്ട കൊണ്ട് ഇങ്ങനെ പാടുന്നതല്ല അല്ലെങ്കിൽ ചൊല്ലുന്നതല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് അദ്ദേഹം ഒരു കഥയും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഞാനും ചരിത്രത്തിലെടുത്ത് വായിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോൾ അതിന്റെ സത്യം എന്താണെന്ന് അന്വേഷിക്കണമെന്ന് വിചാരിച്ചു. മാർത്താണ്ഡവർമ്മ രാജാവിന്റെ കാലത്ത് ഖജനാവിൽ പണം കുറവായിരുന്നു. ഇതൊരു കഥയാണ്, എത്രത്തോളം ശരിയുണ്ടെന്ന്. കാരണം ഇതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. കുറച്ച് പേർക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്, ഞാനത് പറയാം. അപ്പം മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഖജനാവിൽ പണം കുറഞ്ഞപ്പോൾ, കാലിയായി എന്ന് പറയുമ്പോൾ കുറഞ്ഞപ്പോൾ രാമയ്യൻ ദളവയെ വിളിച്ചിട്ട് പറഞ്ഞു, ദളവ ഉണ്ടല്ലോ, ദിവാനും ദളവയൊക്കെ ഉള്ള കാലമാണ്, വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ഒരു കുമ്പളങ്ങയാണെന്ന് പറയുന്നു, മത്തങ്ങയാണോ കുമ്പളങ്ങയാണോ, ഒരു കുമ്പളങ്ങ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് മുറിക്കാനും പാടില്ല, കീറാനും പാടില്ല, പക്ഷെ ഇതിനകത്തുള്ള കുരു എടുത്തുകൊണ്ട് വരികയും വേണമെന്ന് പറഞ്ഞു. അപ്പൊ രാജകൽപ്പനയാണ്, മുറിക്കാനും ഒക്കില്ല, കീറാനും ഒക്കില്ല, കുരു എടുക്കുകയും വേണം. അപ്പൊ ദളവ, രാമയ്യൻ ദളവ ആകെ പ്രാന്തായി. പക്ഷെ പ്രാന്തായെങ്കിലും അറിയാം, രാജാവൊക്കെ പറയുമ്പോൾ അതിനകത്തൊരു ദ്വന്ദ്വാർത്ഥം, ഗുരുക്കന്മാരും രാജാക്കന്മാരും ആചാര്യന്മാരും തന്ത്രിയൊക്കെ പറയുമ്പോൾ അതിനകത്തൊരു ദ്വന്ദ്വ അർത്ഥം ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് രാജാവ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, എനിക്ക് 2 ദിവസം സമയം തരണമെന്ന് ദളവ ആവശ്യപ്പെടുകയും അങ്ങനെ 2 ദിവസം സമയം കൊണ്ടുപോയി അദ്ദേഹം അത് ഒരാഴ്ച സമയം ചോദിച്ചു. 2 ദിവസത്തിൽ ഒരാഴ്ച സമയം ചോദിച്ചു. അദ്ദേഹം ഒരാഴ്ച ഈ കുമ്പളങ്ങ സൂക്ഷിക്കാനും പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, രാമയ്യൻ ദളവ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു വിളംബരം കൊടുത്തു. രാജാവിന്റെ അനുവാദത്തോടു കൂടി ഒരു വിളംബരം കൊടുത്തു. രാജകൊട്ടാരത്തിൽ നിന്ന് വിവിധങ്ങളായ സ്ഥാനങ്ങൾ, കണ്ഠരരു, പിന്നെ അതുപോലെ തന്നെ ഉണ്ണിത്താൻ, വാര്യര്, കുറുപ്പ് തുടങ്ങിയ സ്ഥാനമാനങ്ങളുണ്ട്. അന്നത്തെ സമ്പന്ന വിഭാഗത്തിനൊക്കെ ഇതൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരാണ്. പണിക്കർ വിഭാഗമൊക്കെ അങ്ങനെ വന്നു എന്നാ പറയുന്നത്. അപ്പൊ ഈ സ്ഥാനം കൊടുക്കുന്നതുമായി ബന്ധപ്പെടുത്തി വലിയൊരു വിളംബരം നടത്തിയപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ പണവുമായി വന്നു. അപ്പൊ പണവുമായി വന്നവർക്കെല്ലാം സ്ഥാനം കൊടുത്തു. അപ്പൊ സ്ഥാനം കൊടുത്ത് ഖജനാവ് നിറച്ചു. ഇതിനകത്ത് വേറൊരു കഥ കേൾക്കുന്നത്, എന്നെ ഇന്നലെ വിളിച്ചിരുന്ന ആളിന്റെ പിതാവ്, അച്ഛൻ കണ്ഠരരു എന്നുണ്ട്, 2 കണ്ഠരരു ഉണ്ട് അതിനകത്ത്. അപ്പൊ കണ്ഠരരു എന്ന് വരുന്നതിന് വേണ്ടി ഇരട്ടി പണം കൊടുത്തു എന്നാണ്. അപ്പൊ അങ്ങനെ ധാരാളം പണം കൊടുത്തുകൊണ്ടാണ് കണ്ഠരരു എന്ന ഇത് വന്നത്. അപ്പൊ പണക്കിഴി കൊടുത്തപ്പോൾ പിന്നെ ഈ ഒരു വളരെ കൃത്യമായി ധാരാളം പണം ഖജനാവ് നിറഞ്ഞു എന്നുള്ളതാണ് അതിന്റെ കഥ. അപ്പൊ എന്നിട്ട് ഖജനാവ് നിറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് രാജാവ് വിളിച്ച് ദളവയ്ക്ക് സമ്മാനമൊക്കെ കൊടുത്തിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഞാൻ അന്ന് പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ പറഞ്ഞു, എനിക്കിത് മനസ്സിലായി. ജനങ്ങളെ പിരിക്കാതെ, അതായത് ടാക്സ് എന്ന് നിർബന്ധമാക്കാതെ, ജനങ്ങളെ പിരിവ് കൂടുതൽ കൊടുക്കാതെ, എന്നാൽ ജനങ്ങളിൽ നിന്ന് പണം കിട്ടുകയും വേണം, അതിനുള്ളൊരു തന്ത്രമാണ് രാജാവ് എന്നോട് കണ്ടെത്താൻ പറഞ്ഞത്. ഈ കുമ്പളങ്ങ മുറിക്കാതെ കുരു എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായെന്ന് ദളവ പറയുകയും അങ്ങനെ ആളുകൾക്ക് കൊടുത്തു എന്നൊരു കഥയുണ്ട്. കുറച്ചു പേർക്ക് അങ്ങനെ പദവി കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ 2 ചോദ്യം. അപ്പൊ ഞാൻ വീണ്ടും, എനിക്ക് കണ്ഠരരു എന്ന്, ചെങ്ങന്നൂർ അമ്പലത്തിലെ കണ്ഠരരു എന്ന് പറയുന്ന വിവരത്തിന്റെ സോഴ്സ് ഞാൻ ഒന്നുകൂടി അന്വേഷിച്ചപ്പോൾ, കാരണം ഇതെല്ലാം ഒരു സോഴ്സുകളാണ് നമ്മളെ സംബന്ധിച്ച്. അല്ല, ഞാൻ തന്ത്രി കുടുംബത്തിൽപ്പെട്ട ആളല്ല, പോറ്റി കുടുംബത്തിൽപ്പെട്ട ആളല്ല, ഇതെല്ലാം സോഴ്സുകളാണ്. അപ്പൊ ഞാൻ ആ സോഴ്സിലേക്ക് വീണ്ടും നമ്മൾ R&D വർക്ക് ചെയ്തപ്പോൾ മനസ്സിലായത്, ശബരിമല ക്ഷേത്രത്തിലേക്ക് വേണ്ടി കൃത്യമായി താഴമൻ കുടുംബത്തിലെ പിതൃസ്ഥാനീയരായിട്ടുള്ള വലിയ തന്ത്രിമാർ, പിന്നെ തന്ത്രിയാകാൻ ആഗ്രഹമുള്ളവരോടെല്ലാം തീർച്ചയായിട്ടും ഉപനയനവും കഴിഞ്ഞ് പിന്നെ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷം എവിടെ പോകണം? ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ പോയി ഭജനമിരുന്ന് കൊണ്ട് പറഞ്ഞ് തന്നെയാണ് ഇത് വരേണ്ടത്. അങ്ങനെയുള്ളവർക്കേ ശബരിമലയിൽ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു കർക്കശമായ നിബന്ധന പിന്നെ താഴമൻ കുടുംബം എടുക്കുകയും അത് വളരെ കൃത്യമായി പന്തളം കൊട്ടാരത്തിനോട് പറയുകയും, കൊട്ടാരക്കാര്യങ്ങൾക്ക് ഇതറിയാം, അങ്ങനെ എല്ലാവർക്കും അറിയാമെന്നുള്ള, കൊട്ടാരത്തിന് മാത്രമല്ല എല്ലാവർക്കും അത് അറിയാം എന്നാണ് ആ രേഖകളിൽ, എനിക്ക് കിട്ടിയ സോഴ്സുകളിൽ കിടക്കുന്നത്. അപ്പോൾ ഇതൊന്നും നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ കൊട്ടാരത്തെ വിളിക്കാൻ പറ്റത്തില്ല, അല്ലെ മറ്റു സ്ഥലത്തൊന്നും നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് അങ്ങനെ അവരൊക്കെ വിവരം തരുന്നവരാണോ എന്നൊന്നും നമുക്കറിയില്ല. കാരണം അവരെല്ലാം പ്രധാനമായി നിൽക്കുന്നവരല്ല. അപ്പൊ അത് നമ്മൾ അങ്ങനത്തെ വ്യക്തികളിൽ നിന്നല്ല വിവരം എടുക്കുന്നത്, ഒരു നല്ല സോഴ്സിൽ നിന്നാണ് നമ്മൾ വിവരം എടുക്കുന്നത്, നല്ല മറ്റ് സോഴ്സുകളിൽ നിന്നാണ് വിവരങ്ങൾ എടുക്കുന്നത്. അപ്പൊ പക്ഷേ ഇനി രാജാവുമായി ബന്ധപ്പെടുത്തിയ കണ്ഠരര് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ പണിക്കരുടെ കാലമൊക്കെ ചിന്തിക്കുമ്പോൾ, അതിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സ്ഥാനങ്ങൾ ഇവിടെ നിന്നിരുന്നു. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ നിന്നിരുന്ന സ്ഥാനങ്ങളെ, ആ സ്ഥാനം രാജാവിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ രാമയ്യൻ ദളവയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് കുറച്ചു പേർക്ക് കൂടി സ്ഥാനപ്പദവി കൊടുക്കാൻ തീരുമാനിച്ചതാണ്. അല്ലാതെ ഇതിനു വേണ്ടി പദവികൾ ഉണ്ടാക്കിയതല്ല. രാജ കൊട്ടാരത്തിലേക്ക്, ഖജനാവിലേക്ക് പണം കൂട്ടാം എന്ന് വിചാരിച്ചുകൊണ്ട് കുറെ പദവികൾ ഇരുന്ന് ആരെടെങ്കിലും റിസർച്ച് ചെയ്ത് കുറെ പദവികൾ കൊണ്ടുപോവാ, അത് വാര്യരും വാരസ്യരും
നമ്പൂതിരിയും അതുപോലെ തന്നെ കണ്ഠരരും അതുപോലെ തന്നെ പണിക്കരും ഉണ്ണിത്താനും വല്യത്താനും എന്ന് പറഞ്ഞ കുറെ ഇങ്ങനെ കൊണ്ടുപോവാ, അത് നായർ നമ്പൂരി എന്ന് പറഞ്ഞ വാലുകൾ, ഇങ്ങനെ വാലല്ല പേരുകളും പദവികളും ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. അപ്പൊ രണ്ടായിട്ടും ഉണ്ട് കേട്ടോ. ഒന്ന് പേരുണ്ട്, ഇപ്പൊ നായർ എന്നൊക്കെ പറയുന്ന കുറെ കാലമുണ്ട്. പിന്നെ പദവികളുണ്ട്. പണിക്കർ എന്നൊക്കെ പറയുന്ന ഒരു പദവിയായിട്ടാണ് പറയുന്നത്. പണിക്കർ വല്യത്താൻ എന്നൊക്കെ പറയുന്നത് ഒരു പദവിയായിട്ടാണ്. അപ്പോ അതിൽ വരുന്നൊരു പദവിയാണ് കണ്ഠരരു. അത് ശരിക്കും ബ്രാഹ്മിൺസിന് അല്ലെങ്കിൽ പോറ്റിമാർക്ക് നമ്പൂതിരിമാർക്ക് കിട്ടുന്ന ഒരു പദവിയാണ്. ഈ പദവിയും കുറച്ചു പേർക്ക് കൊടുത്ത്, അതായത് ഇതൊക്കെ അറിയാമെന്നുള്ള നമ്പൂതിരി കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള പിന്നെ വൈദിക കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള വേദമൊക്കെ പഠിച്ചിട്ടുള്ള നമ്പൂതിരിമാർക്ക് പോറ്റിമാർക്ക് കുറച്ചു പേർക്ക് കണ്ഠരരു എന്ന പേരും കൊടുത്ത് സ്ഥാനപ്പദവി കൊടുത്ത് പണം വാങ്ങിയിട്ടുണ്ട് എന്നാണ്, രാജകൊട്ടാരത്തിലേക്ക് പണം വാങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ പക്ഷെ ഒരു പ്രശ്നമുള്ളത്, അങ്ങനെ മറ്റൊരു വല്യത്താൻ ഉണ്ണിത്താൻ പോലുള്ള പേരുകൾ കൊടുക്കുന്നത് പോലെ, കുറുപ്പെന്നൊക്കെ പറഞ്ഞ പേര് കൊടുക്കുന്നത് പോലെ തന്ത്രിക്ക് അങ്ങനെ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ, കണ്ഠരരു എന്ന പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു ചെറിയ അപകടവുമുണ്ട് എന്നാണ് മറ്റൊരു സ്രോതസ്സിൽ നിന്ന് കിട്ടുന്ന പോലെ. കാരണം ഇത് താന്ത്രിക വിദ്യ പഠിക്കുന്നവരും താന്ത്രിക കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് തന്ത്രിമാരൊക്കെ. അപ്പൊ അവർക്ക് വളരെ കൃത്യമായി ഈ പദവിയൊക്കെ കൊടുക്കേണ്ടത് രാജാവിന്റെ പണമുണ്ടാക്കുന്നതിന് വേണ്ടി കൊടുക്കുന്നത് ശരിയാണോ എന്നൊരു ചോദ്യവും ഇപ്പോൾ നിപ്പുണ്ട്. ഇനിയിപ്പോൾ ആരോട് ചോദിക്കാനാണ്, മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നടന്നതാണ്. എന്തായാലും ശബരിമലയെ സംബന്ധിച്ച് താഴമൺ കുടുംബത്തിൽ നിന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആന്ധ്രയിൽ നിന്നോ ആന്ധ്രയിൽ നിന്നൊക്കെ വന്ന് താമസിക്കുന്ന കാലം മുതൽ, ആ പരശുരാമന്റെ കാലം മുതൽ കഥയൊക്കെ പറയുന്ന മുതൽ പിതൃസ്ഥാനീയരായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് കൃത്യമായി പിന്നെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ 3 വർഷത്തോളം ഭജനമിരിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഇത് വളരെ കൃത്യമായ സോഴ്സിൽ നിന്നാണ് പറയുന്നത്. എത്ര പേർ അങ്ങനെ ഭജനമിരിക്കുന്നു എന്നുള്ളതുണ്ട്. അതുപോലെ തന്നെ താഴമൺ കൊട്ടാരത്തിൽ നിന്ന് ഏറ്റവും, കൊട്ടാരത്തിലല്ല താഴമൺ ഇല്ലത്തിൽ നിന്ന് ഏറ്റവും മൂത്ത ആളായിരിക്കും തന്ത്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതങ്ങനെ തന്നെയാണ് പാലിച്ചു പോകുന്നത്. ഒരു ഘട്ടത്തിൽ ഒരു തായ്വഴിയിൽ നിന്ന് 2 ശിഖരങ്ങൾ ഉണ്ടാക്കിയപ്പോൾ 2 മക്കൾ വന്നപ്പോൾ അവർക്ക് 2 പേർക്കും ഇതിൽ അവസരം കിട്ടണം, മക്കളുടെ പരമ്പരയ്ക്ക് അവസരം കിട്ടണമെന്ന് പറഞ്ഞ് റൊട്ടേഷൻ വെച്ചു. അതും ഒരു ആചാരവിരുദ്ധമാണ് എന്നുള്ള വിവരമാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്ത്രി കുടുംബം, താഴമൺ കുടുംബം തിരുത്തണം. നിങ്ങളെ കുടുംബത്തിലെ ഏറ്റവും മൂത്ത ആൾ ആരാണോ അദ്ദേഹത്തിന് വേണം എപ്പോഴും അയക്കാൻ. ഇനി പണമെല്ലാം കിട്ടുന്നത് ഷെയർ ചെയ്യാനാണെങ്കിൽ അദ്ദേഹം പോയി കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ വീട്ടിൽ ഷെയർ ചെയ്തോളൂ. അത് സാമ്പത്തിക ഷെയറിംഗ് ആണ്. അതും ഇതുമായിട്ട് ബന്ധിപ്പിക്കരുത്. ശബരിമലയിലെ ആചാരത്തിന്റെ അനുഷ്ഠാനങ്ങളുടെ പുസ്തകങ്ങളിലോ അതുമായി ബന്ധപ്പെട്ട രേഖകൾ നിരവധി എനിക്ക് വായിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അത് 1951 ഈശ്വരൻ പോറ്റിയുടെ കത്ത് ഈശ്വരൻ പോറ്റി എഴുതിയ ഒരു കത്ത് പോലും എനിക്ക് വായിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ആർക്കൈവിലുണ്ട്, ഞങ്ങളുടെ ശേഖരത്തിലുണ്ട്, ഞങ്ങളുടെ ലോക്കറിലുണ്ട്. അതൊന്നും ആർക്കും കൊടുക്കുന്നതല്ല, ഞങ്ങൾ ചാനലിലൊന്നും ഇടാൻ പറ്റുന്നതല്ല. അതിനകത്തും പറയുന്നുണ്ട് താഴമൺ കുടുംബത്തിലെ ഏറ്റവും മൂത്ത വ്യക്തി തന്ത്രിയായിരിക്കും ശബരിമലയിലെ തന്ത്രി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ചരിത്രം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം, സുഭാഷിതം ചാനലിനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന വിവരങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക് കൊടുക്കുക. ആരോടും ഒരു പക്ഷപാതിത്വമില്ല, രാജീവ് കണ്ഠരരോടുമില്ല, ശബരിമലയിലുള്ള പോറ്റിമാരോടുമില്ല, മേൽശാന്തിമാരോടുമില്ല, ആരോടുമില്ല. പ്രസിഡന്റ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ വളരെ കൃത്യമായി നമ്മൾ പുറത്തു കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇന്നലെ കിട്ടിയ വിവരം കൊടുത്തു. അപ്പോഴാണ് കുറച്ചുകൂടി മറ്റൊരു വേർഷൻ കൂടി ഇന്നലെ നമ്മുടെ ശ്രദ്ധയിൽ, ഒരു കണ്ഠരരു തന്നെ പോറ്റി തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അദ്ദേഹത്തിന്റെ നമ്പറൊക്കെ നമ്മൾ വാങ്ങിയിട്ട് അദ്ദേഹത്തിന് ഈ വീഡിയോ അയച്ചു കൊടുക്കും. എന്തായാലും ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, സുഭാഷിതത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പിന്നെ ചർച്ച ആക്കുക, കാര്യങ്ങൾ കുറെ കൂടി ആചാരപരമാക്കുക എന്നുള്ളതല്ലാതെ മറ്റ് യാതൊരു അജണ്ടയും ഞങ്ങൾക്കില്ല.